അല്ല, അങ്ങയുടെ കമ്മിറ്റ്മെന്റ് മുഖ്യമന്ത്രിയോടാണോ പാർട്ടിയോടാണോ? എന്റെ കമ്മിറ്റ്മെന്റ് മുഖ്യമന്ത്രി എങ്ങനെയാ മുഖ്യമന്ത്രി ആയത്? അദ്ദേഹം വീട്ടിൽ നിന്ന് വന്നായതല്ലോ, ഈ പാർട്ടിയല്ലേ ആക്കിയത്. അപ്പൊ ആരോടാ കമ്മിറ്റ്മെന്റ് ഉണ്ടാവുക? എനിക്ക് മുഖ്യമന്ത്രിയോടും കമ്മിറ്റ്മെന്റ് ഉണ്ട്, പാർട്ടിയോടും കമ്മിറ്റ്മെന്റ് ഉണ്ട്. അദ്ദേഹം ഈ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് വന്നതല്ലേ. അപ്പൊ പിന്നെ എന്താ അങ്ങനെ ഒരു ചോദ്യം? ജൂനിയർ ഓഫീസർ നടത്തിയ അന്വേഷണത്തിൽ എന്ത് വിശ്വാസ്യതയുണ്ട്? അല്ല, അന്വേഷണം തുടങ്ങുന്നല്ലേ ഉള്ളൂ. അതൊക്കെ നമുക്ക് നോക്കാം. ഏത് ജൂനിയർ ഓഫീസർ ഇപ്പൊ ഈ പറയുന്ന കൃത്യമായ സത്യസന്ധമായ എന്താ പറയാ, അവരുടെ ലൈഫ് ഹിസ്റ്ററി ഇല്ല നല്ല ഉദ്യോഗസ്ഥർ കേരളത്തിലെ പോലീസിലുണ്ട്. കേരള പോലീസ് ഇന്ത്യയിലെ നമ്പർ 1 ആണ്, ലോകത്തിലെ പല പോലീസിനോടും കിടപിടിക്കുന്നതാണ്. അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരായിരിക്കണം ഈ കേസ് അന്വേഷിക്കേണ്ടത്. അല്ലെങ്കിൽ ഞാൻ കള്ളനായി പോകും. മനസ്സിലായില്ലേ? എങ്ങനെ? അല്ല, അങ്ങനെയൊന്നും ഞാൻ ഇപ്പൊ പറയില്ല. ഒക്കെ പറയേണ്ട സമയത്ത് നമുക്ക് നോക്കാം. അന്വേഷണം എങ്ങനെ പോകുന്നു നോക്കാം നമുക്ക്. ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത് പാർട്ടിക്കകത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് ആളുകളുടെ പ്രേരണ കൊണ്ടാണ് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും വരുന്നുണ്ട്. അല്ല, നിങ്ങൾ എന്താ അറിയോ, നിങ്ങൾ ഈ കളവ് പറയുന്നവരെ മാത്രം അല്ല ഞാൻ പറയട്ടെ, കണ്ട് ശീലിച്ചവരാണ്. അപ്പൊ ഞാൻ ഇപ്പോഴും സത്യസന്ധമായി പറയുന്നു, ഞാൻ ഈ വിഷയത്തിലേക്ക് ഇറങ്ങി പബ്ലിക് സ്റ്റേറ്റ്മെന്റ് തുടങ്ങിയതിനു ശേഷം, എസ് പിയുമായിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് തുടങ്ങിയ ശേഷം നിരവധി തവണ പാർട്ടി ഓഫീസിൽ നിന്നും CM-ന്റെ ഓഫീസിൽ നിന്നും എന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഞാൻ പലതവണ ഫോൺ ഓഫാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾ തന്നെ പലരും എന്നെ വിളിച്ച് കിട്ടുന്നില്ല. എന്റെ ഡ്രൈവറെ ഫോൺ ഓഫാക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ സ്റ്റാഫിന്റെ ഫോൺ ഓഫാക്കാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ കൂടെയുള്ള എന്റെ ഗൺമാന്മാരുടെ ഫോൺ ഞാൻ ഓഫാക്കിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാ? ഈ വിഷയം ഒന്ന് പുറത്തു വരട്ടെ. അതാ ഞാൻ പറഞ്ഞത്. ഇതിന്റെ പിന്നെ ആ ധർമ്മം എന്റെ കൂടെ ദൈവമേ ഈ വിഷയത്തിന് ഉള്ളൂ എന്ന് ഞാൻ പറയുന്നതാണ്. ബാക്കി ഇപ്പൊ ഞാനിത് ഗവൺമെന്റിനെ ഏൽപ്പിച്ചു, മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചു, ഇപ്പൊ ഇതാ പാർട്ടി സെക്രട്ടറിയെ ഏൽപ്പിച്ചു. ഇനി എന്ത് നടക്കും നമുക്ക് നോക്കാന്ന്. അങ്ങേക്ക് ഈ സംവിധാനങ്ങളിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ ഫോൺ ഓഫാക്കി വെച്ചിട്ട് പൊതുസമൂഹത്തോട് പറഞ്ഞതിന് ശേഷം പിന്നീട് സർക്കാരിനെ ഇത് അറിയിച്ചാൽ മതി? അല്ലല്ല, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ ഉത്തരവാദിത്തപ്പെട്ടവരെ കണ്ടാൽ മതി എന്ന എന്റെ തീരുമാനമാണ്. അല്ല, അതൊക്കെ നമുക്ക് നോക്കാം. അന്വേഷണമൊക്കെ എങ്ങോട്ടാ പോകുന്നത് നമുക്കറിയാലോ. ഞാൻ ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഈ അന്വേഷണം നടക്കുമല്ലോ, അന്വേഷണം എങ്ങോട്ടാണ് പോകുന്നത് നമുക്കറിയാലോ. അപ്പം നമുക്ക് ആ ഘട്ടത്തിൽ നമ്മൾ ഇടപെടും. മനസ്സിലായോ? ഇവരിൽ പലരും ഈ പറയുന്നവന് വിധേയനായിട്ടാണ് അന്വേഷണം നടത്തുന്നതെങ്കിൽ അവരുത്തരം പറയേണ്ടി വരും. ഈ അന്വേഷിക്കുന്നവരുണ്ടല്ലോ, അവരിത് സത്യസന്ധമായി അല്ല അന്വേഷിക്കുന്നത് ബോധ്യപ്പെട്ടാൽ അവരും ഉത്തരം പറയേണ്ടി വരും. അവരെയും ചോദ്യം ചെയ്യപ്പെടും ഈ സമൂഹം. അതിനു മുന്നിൽ ഞാനുണ്ടാകും. അങ്ങനെയാണ് കള്ളത്തരത്തിൽ ഒരുത്തരെ കള്ളാന്വേഷണം നടത്തി രക്ഷപ്പെടുത്തി കളയുന്ന ആരെങ്കിലും ഈ ഇൻവെസ്റ്റിഗേഷൻ ഗ്രൂപ്പിലെ കൂട്ടത്തിൽ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതും പുറത്തു വരും. പബ്ലിക്കായിട്ട് പോയി ചോദിക്കും ഞാൻ. പ്രതിപക്ഷ മുന്നണികൾ പറയുന്നത് CBI അന്വേഷണം വേണമെന്നാണ്. അങ്ങനെ ഒരു ആവശ്യം പ്രതിപക്ഷം വിടുക. താങ്കൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം? അല്ല, എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. ഇവിടുത്തെ ഏജൻസി, ഇവിടുത്തെ പോലീസിന് തന്നെ കൃത്യമായി അന്വേഷിച്ച് വെളിയിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന ഉത്തമ ബോധ്യമുള്ള ഈ പാർട്ടിയിലും ഈ ഗവൺമെന്റിലും അടിയുറച്ച വിശ്വാസമുള്ള ഒരു ഉറച്ച സഖാവാണ് ഞാൻ. ഒരു വിദേശ ഏജൻസിയോ ഒരു ദേശീയ ഏജൻസിയോ ഇതിന് ആവശ്യമില്ല. അല്ല, അത് നമുക്ക് പിന്നെ പറയാം. അറിയൂല, അത് ഇങ്ങോട്ട് തന്നെ മറിയും. പോലീസ് ഒന്ന് അട്ടിമറിക്കട്ടെ, മരം മുറിച്ചത് മലപ്പുറത്ത് ഒന്ന് അട്ടിമറിക്കട്ടെ, നമുക്ക് കാണാം. അത് ഇങ്ങോട്ട് തന്നെ മറിയുന്നു. അയൽവാസികളോട് പലരോട് ആവശ്യപ്പെടും. ഈ സ്വർണ്ണക്കള്ളക്കടത്ത് അതൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കൊണ്ടോട്ടിയിൽ ഒരു സ്വർണ്ണ അപ്രൈസർ ഉണ്ട്, ഉണ്ണി. ഈ കസ്റ്റംസിന്റെ അപ്രൈസറാണ്. അവിടെയാണ് സ്വർണം മുറിക്കുന്നത് പോലീസ് പിടിച്ചിട്ട്. ഉണ്ണി ഇന്നലെയും മിനിയാന്നുമായിട്ട് ആ കടയിൽ നിന്ന് സാധനങ്ങൾ കിടത്താണ്. ആ വീഡിയോ ഉണ്ടോടാ? അവനയച്ച വീഡിയോ ഇവിടെ കൊണ്ടോട്ടിയിലെ സാധനം ഷോപ്പ് അടുത്ത് കൊണ്ടോട്ടിന്ന് വന്ന ആ വീഡിയോ എടുക്ക്. മനസ്സിലായോ? ഈ സ്വർണ്ണക്കടത്ത് നടത്തുന്ന അവിടെ കൊണ്ട് അപ്രസ് ചെയ്യുന്ന ഉരുക്കുന്ന ഉണ്ണി എന്ന് പറയുന്ന തട്ടാൻ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ സ്വർണ്ണപ്പണിക്കാരന് ഗോൾഡ് സ്മിത്ത്, അവൻ സാധനങ്ങൾ എടുത്തു മാറ്റി. അതിന് രാത്രി എടുത്ത വീഡിയോസ് ഉണ്ട് നമ്മളെ കയ്യില്. അവനെ പിടിച്ചാൽ അറിയും ഇതിന്റെ ഒന്നാം ഘട്ടം. അവിടെ തെളിവ് നശിപ്പിക്കുക. സ്വർണം കൊടുന്ന പലരുടെയും വീടുകളിൽ ഡാൻസ് ആപ്പിന്റെ ആളുകൾ സ്വകാര്യമായി ബന്ധപ്പെടുന്നുണ്ട് കഴിഞ്ഞ 2 ദിവസമായിട്ട്. ഇത് അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. സുജിത് ദാസ് എന്തിനാ 3 ദിവസം ലീവിന് പോയത്?
ഈ വിഷയം ഉണ്ടായപ്പോൾ സുജിത്താസ് പോയില്ല IPS ലീവിന്. എന്തിനാ പോയത്? അന്നേ പറഞ്ഞല്ലോ ഞാന്. അല്ല, ഇത് ഇന്നലെ കിട്ടിയ വിവരമാണ്. മുഖ്യമന്ത്രി കഴിഞ്ഞതിന് ശേഷം കിട്ടിയ വിവരങ്ങളാണ്. ഈ അജിത് കുമാറിന്റെ ഭാര്യ സഹോദരന്മാർക്ക് സ്വർണ്ണ ബിസിനസ് ആണോ ആ മേഖലയോട് ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്? എന്താ നിങ്ങൾക്കൊക്കെ എന്താ പണി? ഒന്ന് പോയി അന്വേഷിക്കുന്നത്. തൃശ്ശൂർ പോയി അന്വേഷിക്കുന്നത്. അല്ല, അതുകൊണ്ടാണ് ഈ കണക്ഷൻ വരുന്നത്. അപ്രൈസറുടെ കടയിൽ നിന്ന് സാധനങ്ങൾ രാത്രി ഇറക്കുന്നതിന്റെ വീഡിയോ അയച്ചു തരാം.